ഹലോ ഫ്രണ്ട്സ്, ഒറിജിനൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തെർമൽ എഞ്ചിനീയറിങ്ങിലെ കുറച്ച് പ്രോബ്ലംസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ടെക്സ്റ്റിനകത്ത് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കുറച്ച് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ തെർമൽ എഞ്ചിനീയറിങ്ങിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിനകത്തുള്ള ഇക്വേഷൻസൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. സോ നമുക്ക് ഇനി എന്താണ് ഇതിനകത്ത് പ്രോബ്ലംസ് ആണുള്ളത്, പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ MCQ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ പ്രഷർ ഓഫ് സ്റ്റീം ഇൻസൈഡ് എ ബോയിലർ ഈസ് റെക്കോർഡഡ് ബൈ എ പ്രഷർ ഗേജ് വിച്ച് ഷോസ് 1.2 Nm/mm². If the barometer reads the atmospheric pressures as 770 mm of mercury, find the absolute pressure of steam inside the boiler in Nm/m², kilopascal and bar. എന്താണ് ഒരു ബോയിലറിൻ്റെ അകത്തുള്ള സ്റ്റീമിൻ്റെ ഗേജ് പ്രഷർ തന്നിട്ടുള്ളത് എത്രയാണ്? 1.2 Nm/mm² ആണ്. ദെൻ ബാരോമീറ്റർ പ്രഷർ റീഡിങ് കാണിക്കുന്നത്, അതായത് ബാരോമീറ്ററിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ റീഡിങ് കാണിക്കുന്നത് 770 mm ഓഫ് മെർക്കുറിയാണ്, അതായത് 770 mmHg ആണ്. അപ്പോൾ ആബ്സല്യൂട്ട് പ്രഷർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് Nm/m² കാണണം, അതുപോലെ തന്നെ കിലോ പാസ്കലിൽ കാണണം, അതുപോലെ തന്നെ എന്താണ് ബാറിൽ കാണണം. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ആബ്സല്യൂട്ട് പ്രഷർ, PABS എന്ന് പറയുന്നത് എത്രയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷറും തന്നിട്ടുണ്ട്, ഗേജ് പ്രഷറും തന്നിട്ടുണ്ട്. അബ്സല്യൂട്ട് പ്രഷർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് തന്നിട്ടുള്ള ഗേജ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1. അതായത് ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു 1.2 Nm/mm² ആണ് തന്നിട്ടുള്ളത്. ഞാനിതിനെ Nm/m² കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം? 1.2 × 10⁻6 Nm/m² എന്ന് എഴുതാം. അതുപോലെ തന്നെ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടുണ്ട്, അത് ബാരോമീറ്റർ റീഡിംഗ് ആണ് തന്നിട്ടുള്ളത്. അത് തന്നിട്ടുള്ളത് 770 mmHg ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1.013 × 10⁵ ആണ് വരുന്നത്, 5 Nm/m² ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 760 mmHg ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം സെയിം യൂണിറ്റിലായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് തന്നത് Nm/mm², അതിനെ Nm/m² ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തന്നിട്ടുള്ളത് mmHgയിലാണ്. സോ നമുക്ക് എന്താണ് അതിനെ Nm/m² കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 1, അതായത് 760 mmHg എന്ന് പറയുന്നതാണ് എന്ത്? 1.013 × 10⁵ Nm/m², അതായത് 1.013 ബാറാണ് എന്ത്? 760 mmHg എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? 1 mmHg എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 1 mmHg എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു വാല്യൂനെ എന്താണ് Nm/m²ലുള്ള വാല്യൂനെ നമുക്ക് എന്ത് ചെയ്യാം? 760 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 133.3 Nm/m² ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എന്ത്? 1 mmHg എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ള എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ റീഡിംഗ് തന്നിട്ടുള്ള എത്രയാണ്? 770 mmHg ആണ്. സോ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? Nm/m² കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഏത് പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. 133.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് mmHg എന്നുള്ളത് Nm/m² നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിൻ്റെ വാല്യൂ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 1.026 × 10⁵ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ 10⁶ ആണ് കിടക്കുന്നത്. ഇത്രയും എന്താണ് Nm/m² ആണ് ലഭിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ ഇനി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം? വീണ്ടും എന്താണ് സെയിം യൂണിറ്റാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 12 എന്ന് എടുക്കാം. 12 × 10⁵ പ്ലസ് 1.026 × 10⁵ എന്ന് എടുക്കാം. 1.026 × 10⁵. ഇത്രയും എന്താണ് Nm/m² ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 13.026 എന്ന് വരും. ഇത്രയും എന്താണ്? ഇത്രയും Nm/m ഇൻറ്റു, അതായത്
13.026 into 10 to the power 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ കാണണം. അതുപോലെ തന്നെ എന്താണ് ഇനി കിലോ പാസ്കലിൽ കാണണം. അതുപോലെ തന്നെ ബാറിൽ കാണണം. അപ്പോൾ ബാറിൽ കാണുമ്പോൾ എന്താണ് 10 to the power 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണ് ബാർ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബാർ എന്ന് തന്നെ എഴുതാം. അതായത് ബാർ എന്ന് വരുമ്പോൾ 13.026 ആണ് എന്ത് ബാറിലുള്ള പ്രഷർ. ഇത്രയും ബാർ പ്രഷറാണ് വരുന്നത്. ഇനി വരുന്നത് എന്താണ് കിലോ പാസ്കലിൽ കാണണം. അപ്പോൾ നമുക്ക് ഇവിടെ 5 ആണ് വരുന്നത്. അതിനെന്ത് ചെയ്യണം, അതിൽ നിന്നൊരു പവർ ചെയ്യുന്ന എന്താണ് 3 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 13.026 ഇൻറ്റു 10 to the power 2 ഇൻറ്റു കിലോ പാസ്കലിൽ നിന്ന് എഴുതാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്താണ് അബ്സല്യൂട്ട് പ്രഷർ കാണാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്താണ് ഗോജ് പ്രഷറും അതുപോലെ തന്നെ എന്താ പറയുക ബാരോമെട്രിക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗോജ് പ്രഷറാണ്. പിന്നെ എന്താണ് വേറെ വേറെ യൂണിറ്റ്സിൽ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും യൂണിറ്റ് കൺവേർഷൻ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ എ കണ്ടൻസർ വാക്വം ഈസ് ഫൗണ്ട് ടു ബി 145 mm ഓഫ് മെർക്കുറി ആൻഡ് ദി ബാരോമീറ്റർ റീഡ്സ് 735 mm ഓഫ് മെർക്കുറി. ഫൈൻഡ് ദി ആബ്സല്യൂട്ട് പ്രഷർ ഇൻ കണ്ടൻസർ ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, കിലോ പാസ്കൽ ആൻഡ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താണ് നേരത്തെ ഗോജ് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറുമാണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ് വാക്വം പ്രഷറും അതുപോലെ തന്നെ എന്താണ് ബാരോമീറ്റർ റീഡ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആബ്സല്യൂട്ട് പ്രഷറാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് വാക്വം പ്രഷർ 145 mmHg, അതുപോലെ തന്നെ ബാരോമീറ്റർ റീഡിങ് തന്നിട്ടുള്ളത് 735 mmHg ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് വരും. എന്ത് വരും, നമുക്ക് പി ആബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ബാരോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 735 mmHg ആണ്. അതേപോലെ തന്നെ 145 mmHg ആണ് നമ്മുടെ വാക്വം പ്രഷർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ സെയിം യൂണിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് അവസാനം എന്താണ് ഈ ആൻസറിനെ മാത്രം നമുക്ക് കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വരും, PATM എന്ന് പറയുന്നത് അതായത് അബ്സല്യൂട്ട് പ്രഷർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് എന്ത് തന്നു. അപ്പോൾ നമുക്ക് 735 ആണ് തന്നിട്ടുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ബാരോമീറ്റർ റീഡിങ് തന്നിട്ടുള്ളത്. അടുത്ത് എന്താണ് 145 ആണ് വാക്വം പ്രഷർ തന്നിട്ടുള്ളത്. നമുക്ക് അവരുടെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇപ്പോൾ 590 mmHg ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ കാണണം, അതുപോലെ തന്നെ കിലോ പാസ്കലിൽ കാണണം, ന്യൂട്ടൺ പെർ mm സ്ക്വയറിൽ കാണണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ എന്താണ് 133 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും നോക്കാം. നമുക്ക് എന്താണ് 590 ഇൻറ്റു 133.3 ഇസ് ഈക്വൽ ടു 78647. ഇത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഇനി ഇതിനെന്ത് ചെയ്യണം, ന്യൂട്ടൺ പെർ mm സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്താണ് ഒരു 10 to the power ഇൻറ്റു 10 to the power -6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഇത് ന്യൂട്ടൺ പെർ mm സ്ക്വയർ ആവും. എന്താണ് കിലോ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് പാസ്കൽ. സോ എന്താണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ആൻസറിൽ തന്നെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കിലോ പാസ്കലിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് ഒരു 3 യൂണിറ്റ് കഴിഞ്ഞിട്ട് എന്താ എഴുതാൻ മതി, ഡെസിമൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത്രയും കിലോ പാസ്കലാണ് വരുന്നത്. അപ്പോൾ 78.647 കിലോ പാസ്കലാണ് വരുന്നത്. ഇതാണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ കോപ്പർ വെസൽ ഓഫ് മാസ് 1.35 kg contains 6.7 kg of water at a temperature of 25 degrees Celsius. Find the heat required to warm the vessel and water to 90 degrees Celsius. Take specific heat of copper 0.406 kJ per kilogram Kelvin
and specific heat of water is equal to 4.187 kilojoule per kilogram Kelvin. അവിടെ എന്താണ് ഒരു കോപ്പർ വെസൽ 1.35 കിലോഗ്രാം വെയിറ്റുള്ള ഒരു വെസലുണ്ട്, കോപ്പർ വെസലാണ്. അതുപോലെ തന്നെ എന്താണ് അതിനകത്ത് 6.75 കിലോഗ്രാം ഓഫ് വാട്ടർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത്, അപ്പോൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ വരുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ എത്രത്തോളം ഹീറ്റ് വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിന്, ഈ ഒരു വെസലിലും അതുപോലെ തന്നെ എന്താണ് അതിനകത്തുള്ള വാട്ടറും 90 ഡിഗ്രി സെൽഷ്യസ് അറ്റൈൻ ചെയ്യാൻ എത്രമാത്രം ഹീറ്റ് ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്ത് സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ 0.406 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, അതുപോലെ തന്നെ എന്താണ് വാട്ടറിൻ്റെത് 4.187 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണെന്ന്. എന്താണ് സിമ്പിളാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഇൻറ്റു 1/m ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് തന്നിട്ടുള്ള വാല്യൂസൊക്കെ എടുത്ത് എഴുതാം. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പറയാം നമുക്കെന്ത് ക്യൂ ഈസ് ഈക്വൽ ടു mCp ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇനീഷ്യൽ ടെമ്പറേച്ചർ അതായത് ടി ഐ എന്ന് എടുക്കാം. ടി ഇനീഷ്യൽ തന്നിട്ടുള്ളത് എത്രയാണ്, നമുക്ക് 25 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത്. ടി ഫൈനൽ എന്ന് പറയുന്നത് അതായത് നമുക്ക് എത്ര ടെമ്പറേച്ചറിലേക്കാണ് എത്തിക്കേണ്ടത്, 90 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്കാണ് എലിവേറ്റ് ചെയ്യേണ്ടത്. ദെൻ മാസ് ഓഫ് ദി കോപ്പർ എന്ന് പറയുന്നത് നമുക്ക് MCU എന്ന് എടുക്കാം, ഈസ് ഈക്വൽ ടു നമുക്ക് 1.35 കിലോഗ്രാം ആണ്. മാസ് ഓഫ് വാട്ടർ MW എന്ന് പറയുന്നത് എത്രയാണ്, 6.75 കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഇനി സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്, അത് കോപ്പറിൻ്റെ CCU എന്ന് എടുക്കുന്നുണ്ട്, 0.406 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് CW എന്ന് എടുക്കാം. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുള്ളത് 4.187 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇക്വേഷൻ വരുന്നത് എന്താണ്, Q ഈസ് ഈക്വൽ ടു MCP ഡെൽറ്റ, അതായത് MC ഡെൽറ്റ ടി എന്ന് എടുത്താൽ മതി. MC ഡെൽറ്റ ടി ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് രണ്ട് എന്താ പറയുക, ഇതിനകത്ത് വെസലും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വാട്ടറും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, രണ്ടെണ്ണത്തിൻ്റെയും കാണണം. അപ്പോൾ Q ഈസ് ഈക്വൽ ടു എന്താണ് M1C1 എടുക്കണതിനൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ MCU CCU പ്ലസ്, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വായിച്ച് കളയുന്നുണ്ട് കുറച്ച്, MW ഇൻറ്റു CW ഇൻറ്റു എന്താണ് ടി ഡെൽറ്റ ടി. ഇപ്പോൾ ഡെൽറ്റ ടിയുടെ വാല്യൂ വരുന്നത് എത്രയാണ്, നമുക്ക് എന്താണ് അത് 90 മൈനസ് 25 ആണ് വരുന്നത് അല്ലേ. ഇനി അടുത്തത് കോപ്പറിൻ്റെ മാസ് തന്നിട്ടുള്ളത് എത്രയാണ്, 1.35 കിലോഗ്രാം ആണ് ഇൻറ്റു 0.406 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. പ്ലസ് എന്താണ് 6 അതായത് വാട്ടറിൻ്റെ മാസ് തന്നിട്ടുള്ളത് 6.75 കിലോഗ്രാം ആണ് ഇൻറ്റു 4.187 കിലോജൂൾ പെർ കിലോഗ്രാം ആണ് സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുള്ളത്. ദെൻ 90 മൈനസ് 25 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും, 65 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത്, ആൻസർ നമുക്ക് തന്നിട്ടുണ്ട് ടെക്സ്റ്റിനകത്ത്, ആൻസർ വരുന്നത് 1872.6 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്, 1872.6 കിലോ ജൂളാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, the net work output of a cyclic process is 45 kilonewton if the heat input is 125 kilojoule. Determine the efficiency of the cycle. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, വർക്ക് ഔട്ട്പുട്ട്, അതായത് നെറ്റ് വർക്ക് ഔട്ട്പുട്ട്. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് എന്താണ്, 45 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അതിൻ്റെ ഈ ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് 125 കിലോ ജൂൾ ആണെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി കാണാനാണ് പറഞ്ഞിട്ടുള്ളത് സൈക്കിളിൻ്റെ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ് W നെറ്റ് എന്ന് എഴുതാം. അതായത് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് പറയുന്നത് എത്രയാണ്, 45 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, ക്യൂൻ ഹീറ്റ് സപ്ലൈഡ് അല്ലെങ്കിൽ ഹീറ്റ് ഇൻപുട്ട് വരുന്നത് എന്താണ്, 125 കിലോ ജൂളാണ്. ഇനി എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്, അപ്പോൾ ക്യൂൻ.
അപ്പോൾ എത്രയാണ് 45 ഡിവൈഡഡ് ബൈ 125 ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ വരുന്നത് 0.36 ആണ്. ഇതിനെ എന്ത് ചെയ്യണം, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജിൽ കിട്ടും. അപ്പോൾ 36% ആണെന്ത് ഈ ഒരു സൈക്കിളിൻ്റെ എഫിഷ്യൻസി വരുന്നത്. അടുത്തത് 1 kilogram of air at a temperature of 20 degrees Celsius is heated to a temperature of 60 degree. Find the heat supplied to the air when heated at constant pressure. The specific heat for air at constant pressure is equal to 1 kilojoule per kilogram Kelvin. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, 1 കിലോഗ്രാം എയർ എന്ത് ചെയ്തിട്ടുണ്ട് 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹീറ്റ് സപ്ലൈ എത്രത്തോളം ഹീറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എന്താണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് CP, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ടെമ്പറേച്ചറിനെ നമുക്ക് എങ്ങനെ എടുക്കാം, TI എന്ന് എടുക്കാം. TI ഈസ് ഈക്വൽ ടു എത്രയാണ് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. T ഫൈനൽ അതിന് TF എന്ന് എടുക്കാം. അത് എത്രയാണ് 60 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ഇനി അതായത് CP തന്നിട്ടുണ്ട്, അതായത് എന്താ പറയുക കോൺസ്റ്റൻറ്റ് പ്രഷറുള്ള സ്പെസിഫിക് ഹീറ്റാണ് തന്നിട്ടുള്ളത്. 1 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് തന്നിട്ടുള്ളത്. ഇനി മാസ് ഓഫ് എയർ തന്നിട്ടുള്ളത് 1 കിലോഗ്രാം ആണ്. സോ നമുക്ക് എന്താണ് ഹീറ്റ് ആഡർ അല്ലെങ്കിൽ എന്താണ് ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു MCP ഡെൽറ്റ T, ദാറ്റ് ഈസ് M എത്രയാണ് 1 ആണ് തന്നിട്ടുള്ളത്, ഇൻറ്റു CP എന്ന് പറയുന്നതും 1 ആണ്. പിന്നെന്താണ് തന്നിട്ടുള്ളത് 60, അതായത് T ഫൈനൽ മൈനസ് T ഇനീഷ്യൽ. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 60 മൈനസ് എത്രയാണ് 20, അപ്പോൾ 40 എന്നാണ് വരുന്നത്. 60 മൈനസ് 20 എത്ര വരും, നമുക്ക് 40 എന്ന് വരും. 40 കിലോ ജൂൾ ഹീറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന്, ആൻസർ വരെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എ സിസ്റ്റം റിസീവ്സ് 10 × 10⁻⁶ ജൂൾ ഇൻ ഫോം ഓഫ് ഹീറ്റ് എനർജി in a specified process and it produces work of 4 × 10⁻⁶ joule. The system velocity changes from 10 meter per second to 25 meter per second for 50 kilogram mass of the system. Determine the change in internal energy of the system. അപ്പോൾ ഇവിടെ എന്താണ് ഒരു സ്റ്റഡി ഫ്ലോ പ്രോസസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് സിസ്റ്റം എന്താണ് 10 × 10⁻⁶ ജൂൾ ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത് വർക്ക് ഔട്ട്പുട്ട് പറയുന്നത് 4 × 10⁻⁶ ജൂളാണ്. അതുപോലെ തന്നെ എന്താ പറയുക വെലോസിറ്റി ചേഞ്ച് തന്നിട്ട് എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 25 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആണ് വെലോസിറ്റി ചേഞ്ച് വരുന്നത്. മാസ് തന്നിട്ടുള്ളത് 50 കിലോഗ്രാം ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡാറ്റം, അതായത് പൊട്ടൻഷ്യൽ എനർജി എടുത്തിട്ടില്ല, ഡാറ്റം എന്താണ് സെയിം ലെവലാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ വരുന്നത് എന്താണ്, Q12 പ്ലസ് എന്താണ് V12/2 പ്ലസ് നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അതെന്താണ് U1, സ്മോൾ u1 ആണ് വേണ്ടത്. U1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും V2² പ്ലസ് U2 പ്ലസ് W12. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് ഹീറ്റ് ഇൻപുട്ട് തന്നിട്ടുള്ളത് എത്രയാണ് 10 × 10⁻⁶ ജൂളാണ്. അതുപോലെ തന്നെ വർക്ക് ഔട്ട്പുട്ട് തന്നിട്ടുള്ളത്, അതായത് Qin തന്നിട്ടുണ്ട് ഈക്വൽ ടു ഇത്ര. അതുപോലെ തന്നെ എന്താ പറയുന്നത് അടുത്തത് വർക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. വർക്ക് ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് 4 × 10⁻⁶ ജൂളാണ്. പിന്നെ വെലോസിറ്റി, അതായത് നമുക്ക് 2 വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ V1 ഈക്വൽ ടു ഞാൻ എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡ് എടുക്കുകയാണ്. V2 ഈസ് ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ് എടുക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് മാസ് തന്നിട്ടുണ്ട്, M ഈസ് ഈക്വൽ ടു 50 കിലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ വരുന്നത്. നമുക്ക് കാണേണ്ടത് എന്താണ്, ഡിറ്റർമൈൻ ദി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയിലെ ചേഞ്ചാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ള വാല്യൂസൊക്കെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ, അതായത് ഇൻറ്റേർണൽ എനർജി അതുപോലെ തന്നെ എന്താണ് കൈനറ്റിക് എനർജി നമ്മൾ മാസ് എന്ത് ചെയ്തിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, തന്നിട്ടുള്ള മാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കളയണം. സാധാരണ ക്വസ്റ്റ്യൻസിലൊക്കെ M എന്താണ് 1 ആയിട്ടാണ് തരാറ്, അതായത് 1 കിലോഗ്രാം ആണ് തരാറ്.
ഇവിടെ നമുക്ക് 50 kg തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 10 × 10⁻6 ഡിവൈഡഡ് ബൈ 50 പ്ലസ് വെലോസിറ്റി 1 എന്ന് പറയുന്നത് 10 m/s ആണ്. അപ്പോൾ 10^2 പ്ലസ് u1 ഈസ് ഈക്വൽ ടു, അപ്പോൾ അത് സ്മോൾ u1 ആണ്, സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി ആണ്. അടുത്തത് v2 എന്ന് പറയുന്നത്, v2ൻ്റെ സ്ക്വയർ വരുമ്പോൾ എത്രയാണെന്ന് പറയുക, 25² ഡിവൈഡഡ് ബൈ 2 പ്ലസ് അതെന്താണ് u2 അങ്ങനെ തന്നെ എഴുതാം. പിന്നെ വർക്ക് ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് എത്രയാണ്, 4 × 10⁻6 ആണ്. അപ്പോൾ ബൈ എന്താണ് 50 ചെയ്യണം. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് u1ഉം u2 ആണ് നമുക്കറിയാത്തത്. അപ്പോൾ അത് എന്താണ്, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം. നമുക്കെന്താണ് u2 മൈനസ് u1 ഈസ് ഈക്വൽ ടു 10/50 × 10⁻6 മൈനസ് എന്ത് വരും, നമ്മൾ u1 ഇങ്ങോട്ട് എടുത്തു, ബാക്കി എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എടുക്കണം, ഈ ഒരു സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കണം. അപ്പോൾ 10 × 10⁻6/50 മൈനസ് 4 × 10⁻6 ഡിവൈഡ് ബൈ 50 പ്ലസ് നമുക്കെന്താണ് ഇനി 10² മൈനസ് 25² അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 119,737.5 ജൂൾ പെർ കിലോഗ്രാം ആണ് ആൻസർ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ റിവേഴ്സിബിൾ എഞ്ചിൻ റിസീവ്സ് ഹീറ്റ് ഫ്രം എ റിസർവോയർ അറ്റ് 700 degrees Celsius and reject heat at a temperature T2. A second reversible engine receives the heat rejected by the first engine to a sink at temperature 37 degrees Celsius. Calculate the temperature 24, അതായത് എന്താണ്, ഫസ്റ്റ് ഈക്വൽ എഫിഷ്യൻസി ഓഫ് ബോത്ത് ദ എഞ്ചിൻ ആൻഡ് ഈക്വൽ ഔട്ട്പുട്ട് ഓഫ് ദി ബോത്ത് എഞ്ചിൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്, ഒരു റിവേഴ്സിബിൾ എഞ്ചിൻ ഉണ്ട്, എന്താണ് 700 degree Celsiusലുള്ള ഒരു റിസർവോയറിൽ നിന്ന് എന്താണ് ഹീറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പറയുന്നുണ്ട്, ആ ഒരു എഞ്ചിൻ എന്താണ് T2 ടെമ്പറേച്ചറിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഒരു റിവേഴ്സിബിൾ എഞ്ചിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റ് എഞ്ചിൻ റിജക്റ്റ് ചെയ്ത ഹീറ്റ് റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിങ്കിലേക്ക്, അതായത് ഒരു 37 degree Celsius ഉള്ള സിങ്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എഞ്ചിൻ 700 degree Celsius ഉള്ള ഹീറ്റർ റിസർവോയറിൽ നിന്ന് ഹീറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് T2 ടെമ്പറേച്ചറിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ദ സെക്കൻഡ് എഞ്ചിൻ റിസീവ്സ് ദി ഹീറ്റ് ഫ്രം ദി ഫസ്റ്റ് എഞ്ചിൻ ആൻഡ് ടു റിജക്റ്റ് ദ ഹീറ്റ് ഇൻ ടു എ സിങ്ക് വിത്ത് ടെമ്പറേച്ചർ 37 degree Celsius. അപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ടെമ്പറേച്ചർ T2 ആണ്. അപ്പോൾ എന്താണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്, ഈക്വൽ എഫിഷ്യൻസി ഓഫ് ദ ബോത്ത് എഞ്ചിൻ. അപ്പോൾ എന്താണ്, രണ്ട് എഞ്ചിൻ്റെയും എഫിഷ്യൻസി ഈക്വൽ ആകുമ്പോൾ ടെമ്പറേച്ചർ T2 എത്രയാണെന്നും, അതുപോലെ തന്നെ ഈക്വൽ ഔട്ട്പുട്ട് ഓഫ് ബോത്ത് എഞ്ചിൻ. അപ്പോൾ എന്താണ്, വർക്ക് ഔട്ട്പുട്ട് ഈക്വൽ ആകുമ്പോൾ ടെമ്പറേച്ചർ T2 എത്രയെന്നും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കെന്താണ്, സീരീസ് ഓഫ് എഞ്ചിനാണ് വരുന്നത്, രണ്ടും റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിസർവോയർ വരുന്നത് 700 degree Celsius ആണ് ടെമ്പറേച്ചർ. ഇതാണ് T1 എന്ന് പറയുന്നത്. നമുക്ക് മീൻസ് തന്നിട്ടുള്ളത് ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, Q1 ഹീറ്റ് സപ്ലൈ എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ഹീറ്റ് എഞ്ചിൻ 1ന് കൊടുക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് എഞ്ചിൻ 2ലേക്ക് T2 ടെമ്പറേച്ചറിൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതെന്ത് ചെയ്യുന്നുണ്ട്, അടുത്തൊരു ടെമ്പറേച്ചർ 37 degree Celsius, അതാണ് T3 എന്ന് പറയുന്ന ടെമ്പറേച്ചർ, അതിലേക്ക് അതാണ് സിങ്കിൻ്റെ ടെമ്പറേച്ചർ തന്നിട്ടുള്ളത്, അതിനകത്തേക്ക് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഈ T2 എന്ന് പറയുന്നതാണ്. അത് നമുക്ക് ഗിവൺ T1 ഈസ് ഈക്വൽ ടു 700 degree Celsius. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 273 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 973 എന്ന് കിട്ടും. അപ്പോൾ T1 ഈസ് ഈക്വൽ ടു 973 കെൽവിൻ. ദെൻ T2 നമുക്ക് അറിയില്ല. ദെൻ T3 നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്, 37 degree Celsius ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വരും, 273
അപ്പോൾ 310 കെൽവിനാണ് വരുന്നത് T3 എന്ന് പറയുന്ന ടെമ്പറേച്ചർ. പിന്നെ നമുക്ക് എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ ഈ η1 ഈസിക്വൾ, അതായത് ഫസ്റ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി അതുപോലെ തന്നെ സെക്കൻഡ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയും ഈക്വൽ ആകുമ്പോൾ എത്ര T2 ടെമ്പറേച്ചർ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കെന്താണ് ഇതിനകത്ത് ആവശ്യമില്ല. പിന്നെ ഈ ഒരു എന്താണ് ഇത് സീരീസ് ഓഫ് എഞ്ചിൻ്റെ ഒരു ക്വസ്റ്റനാണ്. ഈ ഒരു ഫിഗറിന് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് എന്താണോ എന്ന് വായിച്ച് കളയാണ്. അപ്പോൾ η1 = η2. അപ്പോൾ η1 എന്ന് പറയുന്നത് എന്തായിരിക്കും? T1 മൈനസ്, അതായത് നമുക്കെന്താണ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ വർക്ക് ഔട്ട് ഡിവൈഡഡ് ബൈ Qin. നമുക്ക് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? Q1 മൈനസ് Q2 ആണ്, അതായത് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ Qin എന്ന് പറയും, അല്ലെങ്കിൽ Q1 എന്ന് എടുക്കാം. അപ്പോൾ ഇതെന്താണ്? ഇതൊരു റിവേഴ്സിബിൾ എഞ്ചിനാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ Q1ഉം Q2ഉം തന്നിട്ടില്ല, ടെമ്പറേച്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1 എന്ന് എഴുതാം. ഇതിനകത്ത് നമുക്കറിയില്ല, T2ൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 1 മൈനസ് T2 ബൈ T1 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് ഇക്വേഷൻ, അതായത് η1 നമുക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത്. η1 എന്ന് പറയുന്നത് 1 മൈനസ് T2 ബൈ T1 ആണ്. ഇതിനകത്ത് T1 മാത്രമേ നമുക്ക് അറിയൂ, T2 ആണ് നമുക്ക് കാണേണ്ടത്. ഇനി അതടുത്തത് അതുപോലെ തന്നെ എന്താണ് η2 എന്ന് പറയുമ്പോൾ എന്താണ്? അത് ടെമ്പറേച്ചർ 2ൽ നിന്ന് 3ലേക്കാണ് എന്ത് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ Q2 മൈനസ് Q3 ഡിവൈഡഡ് ബൈ Q2 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? ഇതിന് അഗെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് T3 ബൈ T2 എന്ന് എഴുതാം. റിവേഴ്സിബിൾ എഞ്ചിൻ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് Q തന്നിട്ടില്ല ഇവിടെ. അപ്പോൾ ഇതിനകത്ത് കണ്ടീഷൻ വരുന്നത് η1 = η2 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കിട്ടിയിട്ടുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് T3 ബൈ T2. ഈ 1ഉം 1ഉം ക്യാൻസൽ ചെയ്യുക, അതുപോലെ തന്നെ മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എന്തായിട്ടുണ്ട്? T2 ബൈ T1 = നമുക്ക് എന്തെന്ന് കിട്ടി? T3 ബൈ T2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് എന്താണ്? T1 അറിയാം, T3 അറിയാം, T2 ആണ് അറിയാത്തത്. അപ്പോൾ T2നെ നമുക്ക് എന്ത് ചെയ്യാം? T2 സ്ക്വയർ = അല്ലെങ്കിൽ എന്താണ്? നമുക്ക് T2 = √T1 × T3 എന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? T2 എന്ത് കിട്ടും നോക്കാം. T2 = എത്രയാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് 310 × 973 നമുക്ക് എന്താണ് 549.21 ആണ് കിട്ടുന്നത്. ഇത്രയും കെൽവിനാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് നിന്ന് 273 മൈനസ് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? 276.21 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് വരുന്നത് T2. ഇത് ഫസ്റ്റ് കണ്ടീഷനാണ്. എന്താണ്? വെൻ എഫിഷ്യൻസി ഓഫ് ദ ബോത്ത് എഞ്ചിൻ ആർ ഈക്വൽ. അടുത്തത് എന്താണ്? വർക്ക് ഔട്ട്പുട്ട് ഓഫ് ബോത്ത് എഞ്ചിൻ ആർ ഈക്വൽ എന്നൊരു കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ T2 എത്ര വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ വർക്ക് ഔട്ട്പുട്ട് ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്താണ്? η1 = നമുക്ക് എങ്ങനെ ഇരുന്നു? Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് എന്ത് നമ്മുടെ W എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? W1 ബൈ Q1 = η1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് W1 നമുക്ക് എന്തെന്ന് കിട്ടും? Q1 η1 എന്ന് കിട്ടും. സിമിലർലി നമുക്ക് എങ്ങനെ എഴുതാം? W2 = Q2 η2 എന്ന് എഴുതാം. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് W1 and W2 ആർ ഈക്വൽ. അതാണ് സെക്കൻഡ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? Q1 η1 = Q2 η2 എന്നാണ്. നമുക്കിവിടെ എന്താണ്? Q1 മൈനസ് Q2 ഇതാണ് എന്ത്? വർക്ക് 1 എന്ന് പറയുന്നത്. വർക്ക് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? Q2 മൈനസ് Q3 ആയിരിക്കും വരുന്നത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ എഴുതിയിട്ട് വേണം കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് T1 മൈനസ് T2 = T2 മൈനസ് T3 എന്ന് കിട്ടും. നമുക്ക് T3 ഇങ്ങോട്ട് എടുക്കാം, T2 ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2T2 = നമുക്ക് എന്ത് കിട്ടും? T1 പ്ലസ് T3 എന്ന് കിട്ടും. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
എന്ത് ചെയ്യാം, ടെമ്പറേച്ചറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് T2 കിട്ടും. T2 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 973 പ്ലസ് 310/2. അപ്പോൾ 641.5 കെൽവിനാണ് വരുന്നത്. ഇനി അതിൻ്റെ സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ 368.5 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A domestic food freezer is to be maintained at a temperature of -15 degrees Celsius. The ambient air temperature is 30 degrees Celsius. Air temperature is 30 degrees Celsius. If the heat leaks into the freezer at continuous rate of 1.75 kilojoule per second, find the power required to pump the heat out continuously. എന്ത് ചെയ്യണം, ഒരു ഫുഡ് ഫ്രീസർ, ഒരു ഡൊമസ്റ്റിക് ഫുഡ് ഫ്രീസർ നമുക്ക് അങ്ങനെ -15 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനകത്ത് ദ ആംബിയൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, അതായത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് സിങ്കിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇഫ് ദി ഹീറ്റ് ലീക്സ് ഇൻ ടു ദ ഫ്രീസർ കണ്ടിന്യൂസ്ലി അറ്റ് 1.75, അപ്പോൾ ഇതിനകത്തേക്ക് എന്താണ് 1.75 കിലോ ജൂൾ പെർ സെക്കൻഡ് റേറ്റിൽ എന്താണ് ഹീറ്റ് ഇൻപുട്ട് വരുന്നുണ്ട്. ഫൈൻഡ് ദി പവർ റിക്വയർഡ് ടു പമ്പ് ദി ഹീറ്റ് കണ്ടിന്യൂസ്ലി. ഇപ്പോൾ ഒരു റെഫ്രിജറേറ്ററിൻ്റെ പ്രോബ്ലമാണ്. നമുക്ക് എന്താണ് -15 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് എന്ത് ഹീറ്റ് ഫ്ലോ വരുന്നത്. ഞാനെന്താണ് 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ എത്ര വരും, നമുക്ക് ടെമ്പറേച്ചർ T1 ഈക്വൽ ടു 258 കെൽവിനാണ് വരുന്നത്. അടുത്തത് T2 വരുന്നത് എത്രയാണ്, 303 കെൽവിനാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എഫിഷ്യൻസി കാണുന്നുണ്ട് നോക്കാം. അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ COP ആണ് വരുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. റെഫ്രിജറേറ്റർ എന്ത് വരും, നമുക്ക് നമ്മുടെ ഡിസൈഡ് ഔട്ട് എന്ന് പറയുന്നത്, അതായത് Q1 ഡിവൈഡഡ് ബൈ ദ വർക്കാണ് വരുന്നത്, വർക്ക് ഇൻപുട്ടാണ് വരുന്നത്, WIN അത്ര വരും. അപ്പോൾ Q1 ഡിവൈഡഡ് ബൈ Q2 മൈനസ് Q1 ആണ് വരിക. നമുക്കിവിടെ നമുക്ക് എന്താണ് ഒരു ഫ്രീസറിലേക്കുള്ള എന്താ പറയുക ഹീറ്റ് ലീക്കേജ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം എന്താ പറയുക ടെമ്പറേച്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, T1 ബൈ T2 മൈനസ് T1 എന്ന് എഴുതാം. ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും നോക്കാം. അപ്പോൾ COP വരുന്നത് 5.73 ആണ്, 5.733 ആണ് വരുന്നത് COP. ഇനി നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഇതിനകത്തേക്കുള്ള റേറ്റ് തന്നിട്ടുണ്ട്, അതായത് ഹീറ്റ് ഇൻപുട്ട് റേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 1.75 കിലോ ജൂൾ പെർ സെക്കൻഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഹീറ്റ് അതിനകത്ത് എന്താണ് കണ്ടിന്യൂസ്ലി ഇൻപുട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് കളയാൻ, അപ്പോൾ ആ ഒരു റെഫ്രിജറേറ്റർ ചെയ്യേണ്ടതാണ്, ഈ ഒരു കണ്ടീഷൻ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അതായത് ഇതിലേക്ക് ഈ ഫ്രീസറിലേക്ക് സറൗണ്ടിങ്ങിൽ നിന്ന് വരുന്ന അത്രയും റേറ്റ് എന്താണ്, അത്രയും ഹീറ്റ് നമ്മൾ അതിനകത്ത് നിന്ന് കണ്ടിന്യൂസ്ലി റിമൂവ് ചെയ്യാണ് വേണ്ടത്, ഈ ഒരു -15 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ Q1 മൈനസ് Q2 എന്ന് പറയുന്നത് വർക്ക് എന്തെന്ന് വരും, Q2 മൈനസ് Q1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും 5.73 ഇൻറ്റു നമ്മുടെ Q1 ഇൻപുട്ട് എത്രയാണ് 1.75 എന്ന് തന്നിട്ടുണ്ട് നമുക്ക്. സോറി എത്രയാണ് വരിക, Q1 ഡിവൈഡഡ് ബൈ 5.733 ആണ് വരുന്നത്. അത്രയായിരിക്കും 1.75 ഡിവൈഡ് ബൈ 5.733 ഈക്വൽ ടു 0.305 കിലോ ജൂൾ പെർ സെക്കൻഡ് ആണ് വരുന്നത്. ഇതാണെന്ത് നമ്മളോട് വർക്ക് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, അത് റേറ്റിലാണ് ചോദിച്ചിട്ടുള്ളത് മാത്രം, അല്ലെങ്കിൽ പവറാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്. അപ്പോൾ ഇത്ര 0.305 കിലോ ജൂൾ പെർ സെക്കൻഡാണ് എന്ത് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള പവർ വരുന്നത്. ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A heat pump is used for heating the interior of a house in a cold climate. The ambient temperature is -5 degrees Celsius and the desired interior temperature is 25 degrees Celsius. The compressor of the heat pump is to be driven by engine working between 1000 degrees Celsius and 25 degrees Celsius. Treating both the cycles are reversible. Calculate the ratio in which the heat pump and the heat engine share the heating load. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്, ഒരു ഹീറ്റ് പമ്പ് ഉണ്ട്. അപ്പോൾ അതൊരു ആംബിയൻ ടെമ്പറേച്ചർ -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിലേക്ക്, അതായത് നമ്മുടെ ഡിസൈർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഒരു റൂമിനെ കൊണ്ടുവരണം ഒരു ഹീറ്റ് പമ്പ് ഉപയോഗിച്ചിട്ട്. ഇനി ഈ ഹീറ്റ് പമ്പ് ഡ്രിവൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഹീറ്റ് എഞ്ചിൻ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് 1000 ഡിഗ്രി സെൽഷ്യസ് ഒരു സോഴ്സിൻ്റെയും 25 ഡിഗ്രി സെൽഷ്യസ് സിങ്കിന് ഇൻ ബിറ്റ്വീനാണ് എന്ത് ഒരു ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ട്രീറ്റിംഗ് ബോത്ത് ദ സൈക്കിൾ, അപ്പോൾ രണ്ട് സൈക്കിളും റിവേഴ്സിബിൾ സൈക്കിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ഹീറ്റ് പമ്പ് ആൻഡ് ഹീറ്റ് എഞ്ചിൻ വർ ഷെയർഡ്. അപ്പോൾ ഹീറ്റ് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് പമ്പിൻ്റെയും ഹീറ്റ് എഞ്ചിൻ്റെയും. നമുക്കെന്താണ് -5 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യണം, എലിവേറ്റ് ചെയ്യണം വേണ്ടത് ഒരു റൂം ടെമ്പറേച്ചർ. അപ്പോൾ അതിനൊരു ഹീറ്റ് പമ്പ് തന്നിട്ടുണ്ട്, അതിനെ ഡ്രിവൺ ചെയ്യാൻ വേണ്ടി ഒരു ഹീറ്റ് എഞ്ചിനും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, -5 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വരുന്നത്. ഇതെന്താണ് T1 എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ ഇവിടെ ഹീറ്റ് പമ്പ് വരുന്നുണ്ട്. പിന്നെന്താണ് അതിൽ നിന്ന് 25 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് എലിവേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്, ഇനി ഇതിനെ ഡ്രിവൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വർക്ക് ഇൻപുട്ടാണ് വരുന്നത്. ദെൻ ഒരു ഹീറ്റ് പമ്പിൻ്റെ വർക്ക് ഔട്ട്പുട്ട് ഹീറ്റ് പമ്പ് ഹീറ്റ് എഞ്ചിൻ്റെ വർക്ക് ഔട്ട്പുട്ടാണ് എന്ത് ഈ ഒരു ഹീറ്റ് പമ്പിനെ ഡ്രിവൺ ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, ഇതിനെ ഞാൻ Q3 അതായത് 1000 ഡിഗ്രി സെൽഷ്യസിൻ്റെയും 25 ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ ഹീറ്റ് എഞ്ചിൻ്റെ വർക്ക് ഔട്ട്പുട്ടാണ് എന്ത് നമ്മുടെ ഹീറ്റ് പമ്പിൻ്റെ വർക്ക് ഇൻപുട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കെന്താണ് തന്നിട്ടുള്ള കണ്ടീഷൻസ്, നമുക്കെന്താണ് T1 എന്ന് പറയുന്നത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എത്ര വരും, 268 കെൽവിൻ ആണ് വരുന്നത്. ഇനി T2 എന്ന് പറയുന്നത് എത്രയാണ്, 25 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. അപ്പോൾ അത് 298 കെൽവിൻ വരും, 298 കെൽവിൻ. അടുത്തത് T3 എന്ന് പറയുന്ന ടെമ്പറേച്ചർ 1000 ആണ്, 1273 വരും. T3 എന്ന് പറയുന്നത് എന്താണ് 1273 കെൽവിൻ ആണ് വരുന്നത്. അടുത്തത് T4 ടെമ്പറേച്ചർ വരുന്നത് അഗെയിൻ 298 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഹീറ്റ് പമ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, അതായത് ഹീറ്റ് എഞ്ചിൻ്റെ വർക്ക് ഔട്ട്പുട്ടാണ് എന്ത് ഹീറ്റ് എഞ്ചിൻ്റെ വർക്ക് ഔട്ട്പുട്ടാണ് ഹീറ്റ് പമ്പിൻ്റെ വർക്ക് ഇൻപുട്ട് വരുന്നത്. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വേണം നമുക്കത് ചെയ്യാൻ. അപ്പോൾ ഹീറ്റ H ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, അതായത് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്, ദാറ്റ് ഈസ് Q1 മൈനസ് Q1 അല്ല നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഹീറ്റ് എഞ്ചിൻ്റെ കേസ് Q3 മൈനസ് Q4 ഡിവൈഡഡ് ബൈ അതിൻ്റെ ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് Q3 ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് COP ഓഫ് ഹീറ്റ് പമ്പാണ്. ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഡിസൈർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് Q2 ആണ്. അതായത് നമുക്ക് ആ ഒരു റൂം ടെമ്പറേച്ചറിന് 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് എലിവേറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ എന്ത് ഡിസൈർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ വർക്ക് ഇൻപുട്ട് വരുന്നത് എന്ത് വരും, നമുക്ക് Q2 മൈനസ് Q1 എന്ന് വരും. അപ്പോൾ ഈ വർക്കും എന്താണ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹീറ്റ കാണണം, അതുപോലെ തന്നെ COP കാണണം. അപ്പോൾ രണ്ടും റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനും ഹീറ്റ് പമ്പും ആണെന്ന് കണ്ടീഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഒന്ന് കണ്ടു നോക്കാം. അതായത് Q2 എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മുടെ 25 ഡിഗ്രി, അതായത് 298 ഡിവൈഡഡ് ബൈ അടുത്തത്
298 മൈനസ് ഇത്രയാണ് 265 ആണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കാം എത്രയാണ് 298 ഡിവൈഡ് ബൈ 298 മൈനസ് 2. അപ്പോൾ 268 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ COP ഓഫ് HP എന്ന് പറയുന്നത് ഹീറ്റ് പമ്പിൻ്റെ COP വരുന്നത് 9.93 ആണ്. ഇനി അടുത്തത് ഹീറ്റ് എഞ്ചിൻ്റെ കാണണം. ഹീറ്റ് എഞ്ചിൻ്റെ എന്ന് പറയുമ്പോൾ എത്ര വരും നമുക്ക് നോക്കാം. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 1273 മൈനസ് 298 ഡിവൈഡഡ് ബൈ 1273. അപ്പോൾ ഈ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി വരുന്നത് 0.766 ആണ്. പിന്നെ നമുക്കുള്ള കണ്ടീഷൻ എന്താണ്, ഈ വർക്ക് രണ്ടും സെയിം ആണ്. സോ നമുക്കെന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് Q3 മൈനസ് Q4 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, Q3 ഇൻറ്റു ഈറ്റ എന്ന് എഴുതാം. അപ്പോൾ Q3 ഇൻറ്റു ഈറ്റ എന്ന് പറയുമ്പോൾ Q3 ഇൻറ്റു ഈറ്റയാണ് വരുന്നത് ഇവിടുത്തെ ഹീറ്റ് എഞ്ചിൻ്റെ വർക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഞാനതിനെ Q3 ഇൻറ്റു ഈറ്റയ്ക്ക് പകരം ഞാൻ ഇപ്പോൾ 0.76 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തത് ഇനി എന്താണ് COP. അപ്പോൾ ഇവിടെ COP എന്ന് പറയുന്നത് എത്രയാണ്, COP 9.93 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്തായിരുന്നു, COP എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ Q2 ഡിവൈഡഡ് ബൈ ആ ഒരു വാല്യൂ Q2 മൈനസ് Q1 എന്നുള്ളതാണ്. അപ്പോൾ Q2 മൈനസ് Q1 ആണ് ഇവിടുത്തെ വർക്ക് വരുന്നത്. അപ്പോൾ വാല്യൂ വരുന്നത് 9.93 ആയിരുന്നു. നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ട് അതായത് Q2 ഡിവൈഡ് ബൈ COP ആണ് എന്ത് ഇവിടുത്തെ വർക്ക് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, Q2 ഡിവൈഡഡ് ബൈ 9.93 ഈസ് ഈക്വൽ ടു വർക്ക് എന്ന് എഴുതാം. അപ്പോൾ Q2 ഡിവൈഡഡ് ബൈ 9.93. അപ്പോൾ ഈ വർക്കും അതുപോലെ തന്നെ ഈ വർക്കും എന്താണ് സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ Q3 ഇൻറ്റു 0.766 ആണ് എന്ത് Q2 ഡിവൈഡ് ബൈ 9.93. ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ട്രീറ്റിംഗ് ബോത്ത് സൈക്കിൾസ് ആർ റിവേഴ്സിബിൾ, കാൽക്കുലേറ്റ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ഹീറ്റ് പമ്പ് ആൻഡ് ഹീറ്റ് എഞ്ചിൻ ആർ ഷെയർ ദി ഹീറ്റിംഗ് ലോഡ്. ഇതിനകത്ത് ഇതാണ് ഹീറ്റ് പമ്പിൻ്റെ എന്ത് വരുന്നത്, ഹീറ്റ് ലോഡ് വരുന്നത്. ഈ Q3 എന്ന് പറയുന്നതാണ് ഹീറ്റ് എഞ്ചിൻ്റെത്. അപ്പോൾ അവർ തമ്മിലുള്ള റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് Q2 ബൈ Q3 ഈസ് ഈക്വൽ ടു 0.766 ഇൻറ്റു 9.93 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, നമുക്ക് Q2 ബൈ Q3 ഈക്വൽ ടു 9.93 ഇൻറ്റു 0.766 ചെയ്യുമ്പോൾ നമുക്ക് 7.06 എന്ന് കിട്ടും. 7.605 എന്നാണ് കിട്ടുന്നത്. ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് പ്രോബ്ലമാണ്. ഇനി വരുന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്നത് MCQ. അപ്പോൾ എ ഹീറ്റ് എഞ്ചിൻ ഈസ് യൂസ്ഡ് ടു ഡ്രൈവ് എ ഹീറ്റ് പമ്പ്. ദ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ ഹീറ്റ് എഞ്ചിൻ ആൻഡ് ഫ്രം ദ ഹീറ്റ് പമ്പ് ആർ യൂസ്ഡ് ടു heat the water circulating through the radiators of a building. The efficiency of the heat engine is 25% and the COP of the heat pump is 4. Show that the ratio of the heat transfer to circulating water to heat transfer to engine is 1.81. ഇവിടെ എന്താണ്, ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. ആ ഒരു ഹീറ്റ് എഞ്ചിനാണ് ഹീറ്റ് പമ്പിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹീറ്റ് എഞ്ചിൻ ആൻഡ് ഫ്രം ദി ഹീറ്റ് പമ്പ് ആർ യൂസ്ഡ്. അപ്പോൾ ഹീറ്റ് പമ്പും അതുപോലെ തന്നെ ഹീറ്റ് എഞ്ചിനും യൂസ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ് ഹീറ്റ് പമ്പ് ഡ്രൈവ് ചെയ്യുന്നത്. ഇനി ഹീറ്റ് പമ്പിൽ നിന്നും ഹീറ്റ് എഞ്ചിനിൽ നിന്നുള്ള ഔട്ട്പുട്ട് എടുത്തിട്ടാണ് എന്ത് ഒരു ബിൽഡിങ്ങിനെ വാട്ടർ സർക്കുലേറ്റിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി 25% തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് പമ്പിൻ്റെ COP എന്ന് പറയുന്നത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഈ റേഷ്യോ ഓഫ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സർക്കുലേറ്റിംഗ്, അതായത് സർക്കുലേറ്റിംഗ് വാട്ടറിലേക്കുള്ള ഹീറ്റ് ഔട്ട്പുട്ട് അതുപോലെ തന്നെ
ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ എഞ്ചിൻ. അപ്പോൾ എഞ്ചിനിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ റേഷ്യോ 1.81 ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താണ് ഹീറ്റ് പമ്പ് ഉണ്ട്, ഹീറ്റ് എൻജിൻ ഉണ്ട്. അപ്പോൾ ഹീറ്റ് എൻജിനാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് പമ്പിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് എൻജിനിലേക്കുള്ളതിനെ നമുക്ക് Q1, അതായത് ഹീറ്റ് എൻജിനിലേക്കുള്ള ഇൻപുട്ടിനെ Q1 എന്ന് എടുക്കാം, അതിൻ്റെ ഔട്ട്പുട്ടിനെ നമുക്ക് Q2 എന്ന് എടുക്കാം. അതുപോലെ തന്നെ ഇനി ഹീറ്റ് പമ്പിലേക്ക് വരുന്നത് നമുക്ക് Q3, അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് Q4 എന്ന് എടുക്കാം. ഈ Q1 ഉം Q4 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ സർക്കുലേഷന് നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി HE എന്ന് പറയുന്നത്, അതായത് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി നമുക്ക് 27% തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് 0.27 എടുക്കാം. അതുപോലെ തന്നെ COP ഓഫ് ദി ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു വാട്ടറിലേക്കുള്ള നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, 1.81 is equal to Q1 plus Q4 divided by അതായത് Q2 plus Q4 divided by Q1. അതായത് വാട്ടറിലേക്കുള്ള ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, Q2, അതായത് എഞ്ചിനിൽ നിന്നുള്ള ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഹീറ്റ് പമ്പിൻ്റെ ഔട്ട്പുട്ടും എന്താണ്, വാട്ടർ സർക്കുലേഷന് ഹീറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും, അപ്പോൾ വാട്ടർ സർക്കുലേഷനെ ഹീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഹീറ്റും അതുപോലെ തന്നെ ഹീറ്റ് എഞ്ചിൻ്റെ ഇൻപുട്ടിൻ്റെ ഹീറ്റിൻ്റെയാണ് എന്ത് റേഷ്യോ കാണാനല്ല, അത് 1.81 ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ഫിഗർ ഇതിന്ന് മായ്ച്ച് കളയാം. അപ്പോൾ നമുക്ക് എന്താണ് ഈറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഈറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഈ എഞ്ചിൻ്റെ കേസിൽ വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ Q സപ്ലൈഡ്. അപ്പോൾ നമുക്ക് എന്താണ് Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1 ഈസ് ഈക്വൽ ടു 0.27. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, Q2 ആവശ്യമുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ ഇത് Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു 0.27 Q1 എന്ന് എഴുതാം. ഇതിൽ Q2 നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിലേക്ക് എടുക്കാം. നമുക്ക് Q2 ആണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, 1 മൈനസ് 0.27 ഇൻറ്റു Q1 ഈസ് ഈക്വൽ ടു Q2 എന്ന് വരും. അപ്പോൾ ഇത് എത്ര വരും, 1. അപ്പോൾ Q2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ Q2 ഈസ് ഈക്വൽ ടു 0.73 ഇൻറ്റു Q1 എന്ന് കിട്ടും. അടുത്തത് COP ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ്, 4 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഡിസൈർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, Q4 ആണ്. Q4 ഡിവൈഡഡ് ബൈ Q4 മൈനസ് Q3 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 4 എന്ന് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, Q4 ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇതിൽ Q2 Q4 ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, Q4 മൈനസ് Q3 ഈസ് ഈക്വൽ ടു Q4 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് Q4ൻ്റെ ടേംസ് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് Q3 ഈസ് ഈക്വൽ ടു Q4 പ്ലസ് 1/4 ഇൻറ്റു Q4 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, നമുക്കിത് Q3 ഈസ് ഈക്വൽ ടു Q4 ഇൻറ്റു 1 പ്ലസ് 1/4. നമുക്ക് എത്ര വരും, 5/4. $1.25 എന്ന് വരും. ഇവിടെ 1.25 വരും. അപ്പോൾ നമുക്ക് Q4 ആണ് ആവശ്യം. അപ്പോൾ Q4 ഈസ് ഈക്വൽ ടു 0.8 ഇൻറ്റു Q3 എന്ന് നമുക്ക് കിട്ടും. സോറി, നമുക്കെല്ലാം എന്താണ് Q1ൻ്റെ ടേംസിൽ കിട്ടണം, അതല്ലാന്നുണ്ടെങ്കിൽ Q4ൻ്റെ ടേംസിലാണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, എന്ത് ഹീറ്റ് എഞ്ചിനാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് പമ്പിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ Q4 മൈനസ് Q3 ആണ് എന്ത്, Q1 മൈനസ് Q2 എന്ന് പറയുന്നത്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്കെന്താണ് Q1 മൈനസ് Q2 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, Q4 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം.
ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ എന്താണ് Q2 എന്ന് പറയുന്നത് 0.73 Q1 ആണ്. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ Q1 മൈനസ് 0.73 ഇൻറ്റു Q1 ഈക്വൽ ടു Q4/4 എന്ന് എഴുതാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.27 Q1 ഈസ് ഈക്വൽ ടു Q4/4 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ Q1 എടുക്കുക, അല്ലെങ്കിൽ Q4 എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണ് Q1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? വേണ്ട, നമുക്ക് തിരിച്ചെഴുതാം. അതായത് Q4 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 0.27 ഇൻറ്റു Q1 എന്ന് എഴുതാം. ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണ് റേഷ്യോ കാണാനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇവിടെയൊക്കെ നമുക്കിപ്പോൾ എന്താണ് ഈ എല്ലാ ഇതും എന്താണ് വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പോലെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ ടേംസിലേക്ക് എല്ലാം കൊണ്ടുവരിക, അത്രേ വേണ്ടുള്ളൂ. ഞാനിവിടെ Q4 ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Q4 ഈക്വൽ ടു 4 ഇൻറ്റു 0.27 എത്ര വരും? 1.08 ഇൻറ്റു Q1 എന്ന് വരും. അപ്പോൾ Q4 എനിക്ക് കിട്ടി. അതേപോലെ തന്നെ എന്താണ് എനിക്ക് Q2 ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് Q2 ഇതാണ് കിടക്കുന്നത്. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? അതായത് Q2 പ്ലസ് Q4 ഡിവൈഡഡ് ബൈ Q1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.81 ആണെന്ന് കാണിക്കണം. സോ നമ്മുടെ Q2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.73 ആണ്. 73 ഇൻറ്റു Q1 ആണ്. പ്ലസ് നമ്മുടെ Q4ൻ്റെ വാല്യൂ എത്രയാണ്? 1.08 ഇൻറ്റു Q1 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ Q1 ഈസ് ഈക്വൽ ടു എത്ര വേണം? 1.81 ആണെന്ന് കാണിക്കണം. പിന്നെ നോക്കുമ്പോൾ എന്താണ് Q1 കോമൺ ആണ്. ഇവിടെയും Q1 കോമൺ ആണ്. അപ്പോൾ നമുക്ക് Q1 പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി? 0.73 പ്ലസ് 1.08 ഈസ് ഈക്വൽ ടു 1.81 ആണ്. സോ നമുക്ക് എന്താണ് ഇതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നോക്കി എന്താണ് 1.08 പ്ലസ് എന്താണ് 0.73 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? 1.81 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നുമില്ല, എഫിഷ്യൻസി തന്നിട്ടുണ്ടായിരുന്നു, COP തന്നിട്ടുണ്ടായിരുന്നു, വർക്ക് അതായത് ഹീറ്റ് എഞ്ചിൻ്റെ വർക്ക് ഔട്ട്പുട്ടാണ് ഹീറ്റ് പമ്പിൻ്റെ വർക്ക് ഇൻപുട്ട് എന്ന് വരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് എന്താണ് ഈ വർക്കുകൾ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് ട്രാൻസ്ഫറുകൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു റേഷ്യോ ഈക്വൽ ടു 1.81 ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ടേംസിലേക്ക് എല്ലാം കൊണ്ടുവന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.81 ആണ് ആ റേഷ്യോ എന്നുള്ളത് കിട്ടും. അപ്പോൾ അതിനകത്ത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ 10 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മോർ ടോപ്പിക്സ് ഏതെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യാം.